നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഹമാസ് ഇസ്രായേൽ യുദ്ധമൊക്കെ ആരംഭിച്ച കാലം മുതൽ തന്നെ നമ്മൾ കേട്ടു വന്നിരുന്ന ഒരു കാലമാണ് ലോകത്തിന് ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾ സൃഷ്ടിക്കാൻ മികച്ച കഴിവുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മികച്ച എഞ്ചിനീയറിംഗ് കഴിവുള്ള ആളുകളാണ് ഹമാസ് എന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂമിക്കടിയിലെ ആ തുരങ്ക ശൃംഖല പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ഗാസയിലെ റഫയിൽ ഹമാസ് നിർമ്മിച്ച 16 കിലോമീറ്റർ നീളമുള്ള കൂറ്റൻ തുരങ്ക ശൃംഖല ഇസ്രായേൽ പ്രതിരോധ സേന ശാശ്വതമായി അടച്ചുപൂട്ടി. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് സൈനിക നീക്കത്തിനിടെ ഹമാസ് വധിക്കുകയും മൃതദേഹം തട്ടിയെടുക്കുകയും ചെയ്ത ഇസ്രായേൽ ലഫ്റ്റനന്റ് ഹദാർ ഗോൾഡിന്റെ അവശിഷ്ടങ്ങൾ ഒരു പതിറ്റാണ്ടിലേറെയായി ഒളിപ്പിച്ചിരുന്നത് ഈ ഭൂഗർഭ താവളത്തിലായിരുന്നു. ഗാസ ഡിവിഷൻ സദേൺ കമാൻഡ്, ഇസ്രായേൽ സൈന്യത്തിന്റെ എലൈറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റായ എഹലോം എന്നിവരിൽ നിന്നുള്ള ഈ കോംബാറ്റ് എഞ്ചിനീയർമാർ ചേർന്നാണ് ഈ സങ്കീർണ ദൗത്യം പൂർത്തിയാക്കിയത്. 3 മാസത്തോളം നീണ്ടുനിന്ന കഠിന ശ്രമത്തിനൊടുവിൽ 30,000 ഘനമീറ്റർ കോൺക്രീറ്റ് ഒഴിച്ചാണ് തുരങ്കപാതകൾ സൈന്യം പൂർണ്ണമായും ഇല്ലാതാക്കിയത്. യുദ്ധത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഭീകരവാദ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഒന്നാണിതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2025 നവംബറിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ ഹദാർ ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഒടുവിൽ കുടുംബത്തിന് കൈമാറിയത്. സ്വന്തം മകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നീറിപ്പുകഞ്ഞ കുടുംബത്തിന് വർഷങ്ങൾ നീണ്ട വേദന നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിലാണ് ഇതോടെ ഒരു ആശ്വാസം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് പ്രസ്തുത തുരങ്കം തകർക്കാൻ സൈന്യം നീക്കം ശക്തമാക്കിയത്. അതീവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഈ തുരങ്ക ശൃംഖല സ്ഥിതി ചെയ്തിരുന്ന ഇടമാണ് രാജ്യാന്തര സമൂഹത്തെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. ഹമാസിന്റെ റഫ ബ്രിഗേഡിന്റെ പ്രധാന കമാൻഡ് ഹബ്ബായി പ്രവർത്തിച്ചിരുന്ന ഈ ഭൂഗർഭ അറകൾ സാധാരണക്കാരുടെ വീടുകൾ, വിദ്യാലയങ്ങൾ, പള്ളികൾ എന്നിവയ്ക്ക് തൊട്ടു താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുപരിയായി യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ ഒരു കേന്ദ്രത്തിന് താഴെയും ഈ തുരങ്കത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സാധാരണക്കാരുടെ പാർപ്പിടങ്ങളും അന്താരാഷ്ട്ര മാനുഷിക സഹായ കേന്ദ്രങ്ങളും സൈനിക അവശിഷ്ടങ്ങൾക്കായി ഹമാസ് തന്ത്രമായി ഉപയോഗിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന എന്ന അവകാശപ്പെടുന്ന ജനവിഭാഗത്തെ തന്നെ പരിചയാക്കി അന്താരാഷ്ട്ര ഏജൻസികളുടെ മറവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒളിപ്പിക്കാനാണ് ഹമാസ് ശ്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേൽ സേനയെ സംബന്ധിച്ചിടത്തോളം ഈ തുരങ്ക ശൃംഖല കണ്ടെത്തി നശിപ്പിക്കാൻ കഴിഞ്ഞത് കേവലം ഒരു തന്ത്രപരമായ വിജയം മാത്രമല്ല, മറിച്ച് അതൊരു ധാർമ്മിക വിജയം കൂടിയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു ഇസ്രായേൽ സൈനികന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതിലൂടെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് കവചമൊരുക്കാൻ സാധാരണക്കാരെ ഉപയോഗിച്ചതിലൂടെയും ഹമാസിന്റെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് ഇസ്രായേൽ വക്താവ് പ്രതികരിച്ചു. ഗാസയിലെ ഹമാസിന്റെ വിപുലമായ ഭൂഗർഭ ശൃംഖലയെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ വലിയ സൈനിക ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ നടപടി. വർഷങ്ങളായി പോരാളികളെ മാറ്റുന്നതിനും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുമൊപ്പം തടവുകാരെ രഹസ്യമായി പാർപ്പിക്കുന്നതിനും ഹമാസിനെ സഹായിച്ചിരുന്നത് ഇത്തരം അത്യാധുനിക തുരങ്കങ്ങളായിരുന്നു. ഇവ പൂർണ്ണമായും കണ്ടെത്തുക എന്നത് ഇസ്രായേലിന്റെ നിലവിലെ പ്രധാന ലക്ഷ്യമാണ്. ഒരു ഒളിത്താവളം മാത്രം ഇല്ലാതാക്കാൻ 30,000 ഘനമീറ്ററിലധികം കോൺക്രീറ്റ് ആവശ്യമായി വന്നു എന്നത് ഗാസയ്ക്ക് താഴെ ഹമാസ് എത്രത്തോളം ആഴത്തിലും ഈ വിസ്തൃതിയിലുമാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് നൽകുന്നത്. ശതകോടികൾ ചിലവഴിച്ചുള്ള ഈ സമാന്തര ഭൂഗർഭ സാമ്രാജ്യം തകർക്കുക എന്നത് വരും ദിവസങ്ങളിലും IDFന് വലിയ വെല്ലുവിളിയായി തുടരും. അതിനിടയിൽ ഇപ്പോഴും കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഓപ്പറേഷനുകൾക്ക് തന്നെയാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് IDF വ്യക്തമാക്കുന്നു. ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന് നേരെയുള്ള ഭീഷണികൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനും ഈ നടപടികൾ അത്യന്താപേക്ഷിതമാണെന്ന് സൈന്യത്തിന്റെ വിലയിരുത്തൽ വരുന്നുണ്ട്. ഇനി ഒരിക്കലും ഒരു ഇസ്രായേൽ പൗരനെ പോലും തട്ടിക്കൊണ്ടുപോയി ഭീകരതയുടെ കറുത്ത അറകളിൽ ഒളിപ്പിക്കാൻ ഹമാസിന് സാധിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അതിനായുള്ള ഭൂഗർഭ വേട്ട വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. എന്തായാലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ള തുരങ്കങ്ങളാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തമായ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത്.
ഓരോ നഗരത്തിനും സാധാരണക്കാർക്ക് പോലും അറിയില്ല അവരുടെ വീടിന് താഴെ ഇത്രയും വലിയ 16 കിലോമീറ്ററിലധികം നീളമുള്ള അത്രയും വ്യാപ്തിയുള്ള ഒരു ടണല് ഇതിനടിയിൽ ഉണ്ടെന്നും അതിനടിയിൽ മുഴുവനായി മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അതിനടിയിൽ ഒരു പക്ഷേ ഇതിന് മുകളിൽ ഭൂമിക്ക് മുകളിലുള്ള അവർ ജീവിക്കുന്ന സാധാരണക്കാർ ജീവിക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടിയിലധികം സുഖലോലുപമായിട്ടാണ് ഇതിനടിയിലൊക്കെ ഈ ഹമാസ് കൂട്ടങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പല തുരങ്കങ്ങളും 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ രീതിയിലുള്ള തുരങ്കങ്ങളായിരുന്നു എന്നും പറയുന്നുണ്ട്. അവിടെ അത്രയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇരുനില കെട്ടിടത്തിൽ അത്രയും വീതിയുള്ള വിസ്താരമുള്ള ടണലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഓരോന്നായി തകർത്തിരിക്കുകയായിരുന്നു. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ തന്നെ അത്തരത്തിൽ തകർക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇത്തരം തുരങ്കങ്ങളെ തകർത്തിരുന്ന ഈ ബോംബുകളായിരുന്നു. പക്ഷേ ഇത്തരം വ്യാപ്തിയുള്ള ഇത്രയും ഒരു നഗരം പോലെ ഈ ഭൂമിക്ക് മുകളിലുള്ള നഗരം പോലെ തന്നെ അതിന്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള നഗരങ്ങൾ ഈ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ നഗരങ്ങളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടപടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ IDF നടത്തിയിരിക്കുന്നത്. എഹലോം നമുക്കറിയാം സ്വർഗം കാണിച്ചിരിക്കും അല്ലെങ്കിൽ നരകം കാണിക്കാനായി ശത്രുക്കളെ നരകം കാണിക്കാനായി ഇറങ്ങിത്തിരിച്ച ഒരു ആയുധ സേനയാണ് അല്ലെങ്കിൽ ഒരു പട്ടാളം തന്നെയാണ് എഹലോം എന്ന് നമുക്കറിയാം. അവരൊക്കെ കൂടിയാണ് ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ ഇസ്രയേലിന്റെ നാശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നാശത്തിന് വേണ്ടിയോ ഹമാസുകൾ കൊണ്ടുപോകരുത് അല്ലെങ്കിൽ ഹമാസുകൾ ഉപയോഗിക്കരുത് എന്ന തന്ത്രം തന്നെയാണ് ആ ഒരു ഉറപ്പ് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ടണലുകളെല്ലാം തന്നെ പൂർണ്ണമായി കൊട്ടിയടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് പോലും അകത്തേക്ക് കടക്കാത്ത രീതിയിൽ അത്രയും വലിയ ഒരു ഭൂമിക്കടിയിൽ ഒരു കോൺക്രീറ്റ് ബീം തന്നെ കോൺക്രീറ്റ് നഗരം തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ നീങ്ങുന്നത്. ഇത് ഹമാസിന് ഒരു പാഠം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഹമാസ് എവിടെയെങ്കിലും തലപൊക്കിയാൽ ഇത്തരം ഓർമ്മകൾ ഹമാസിന് ഉണ്ടാകുന്നത് ഇനിയും ആയുധം കയ്യിലെടുക്കുമ്പോൾ അവർ വിറയ്ക്കാനുള്ള കാരണമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.